നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സഖ്യകക്ഷികളുടെ പിന്തുണയോടെ അധികാരത്തിൽ തുടരാൻ നീക്കം നടത്തുന്ന ബി.ജെ.പി. സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി എൻ.ഡി.എയുടെ നിർണായക യോഗം ഇന്ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം. ഭൂരിപക്ഷം നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് ബി.ജെ.പി. തയ്യാറാകും. അതേസമയം മന്ത്രിസഭ രൂപീകരണത്തിൽ നിതീഷ് കുമാർ മറുപടി പറയാത്തതിൽ ബി.ജെ.പിക്കിടയിൽ ആശങ്കയുണ്ട്. ബി.ജെ.പി. നേതാക്കൾ നടത്തിയ ചർച്ചയിൽ നിതീഷ് നിലപാട് അറിയിച്ചിട്ടില്ല. ഇന്ന് നടക്കുന്ന എൻ.ഡി.എ യോഗത്തിൽ നിതീഷ് പങ്കെടുക്കുന്നുണ്ട്. ഇതിനിടെ വടക്കുകിഴക്കൻ മേഖലയിൽ 7 സ്ഥാനാർത്ഥി എൻ.ഡി.എ പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ബി.ജെ.പിക്ക് നഷ്ടമായതോടെയാണ് എൻ.ഡി.എ ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമായത്. എൻ.ഡി.എക്കൊപ്പം തുടരുമെന്നാണ് ടി.ഡി.പിയും ജെ.ഡി.യുവും വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ മറ്റു നാടകീയ നീക്കങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ വീണ്ടും എൻ.ഡി.എ സർക്കാർ തന്നെ അധികാരത്തിലെത്തും. 240 സീറ്റുകളാണ് ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് നേടാനായത്. കോൺഗ്രസ് 99 സീറ്റുകളാണ് നേടിയത്. യു.പിയിലും മഹാരാഷ്ട്രയിലും ബംഗാളിലും എൻ.ഡി.എക്ക് തിരിച്ചടിയേറ്റു. മോദിയുടെ ഭൂരിപക്ഷത്തിന് വൻ ഇടിവുണ്ടായപ്പോൾ ഘടകകക്ഷികളുടെ കനിയിലാണ് ഇക്കുറി ബി.ജെ.പി. അധികാരത്തിലേക്ക് നീങ്ങുന്നത്. അമിത ആത്മവിശ്വാസത്തിൽ 400-ലധികം സീറ്റുകൾ എന്ന അവകാശവാദവുമായി പ്രചരണ രംഗത്തിറങ്ങിയ മോദിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. 2014-ലും 2019-ലും എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച കേവല ഭൂരിപക്ഷത്തിനപ്പുറം സീറ്റ് നേടിയ മോദിയും ബി.ജെ.പിയും ഇക്കുറി ദുർബലമായി. 272 എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് അടുത്തെത്താൻ പോലും ബി.ജെ.പിക്കായില്ല. 400 കടക്കുമെന്ന് പ്രഖ്യാപിച്ച മോദിക്ക് എൻ.ഡി.എ 300 കടത്താൻ പോലും കഴിഞ്ഞില്ല. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ മോദി പിന്നിലായത് യു.പിയിലെ ആകെയുള്ള പ്രകടനത്തിന്റെ ആദ്യ സൂചനയായിരുന്നു. കഴിഞ്ഞ തവണ 47,09,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ മോദിയുടെ ഭൂരിപക്ഷം ഇക്കുറി 1.5 ലക്ഷമായി ഇടിഞ്ഞു. കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തിന് അവർ പോലും പ്രതീക്ഷിക്കാത്ത സീറ്റുകൾ കിട്ടി. റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ 4 ലക്ഷത്തോളം വരുന്ന രാഹുലിന്റെ ഭൂരിപക്ഷം മോദിയുടെ അംഗീകാരത്തെ വെല്ലുവിളിക്കുന്നതായി. അഖിലേഷ് യാദവും ഭാര്യ ഡിംപിൾ യാദവും വൻ ഭൂരിപക്ഷം നേടി. എതിർ സ്ഥാനാർത്ഥിയായ കിഷോർ ലാലിനെ പുച്ഛിച്ച് മത്സരിച്ച സ്മൃതി ഇറാനി 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വീണു. മേനക ഗാന്ധി അടക്കമുള്ള മറ്റു പ്രമുഖരും തോറ്റു. അയോധ്യ ക്ഷേത്രം രാഷ്ട്രീയ നേട്ടത്തിന് ആയുധമാക്കിയെങ്കിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലും ബി.ജെ.പി. കാലിടറി വീണു. രാജസ്ഥാനിലെയും ഹരിയാനയിലെയും കോട്ടകളിൽ വിള്ളൽ വീണു. വടക്കേ ഇന്ത്യയിൽ കുറഞ്ഞ സീറ്റുകൾ ബംഗാളിലും നേടാനായില്ല. മണിപ്പൂരിൽ ബി.ജെ.പി. ചിത്രത്തിൽ ഇല്ലാതെയായി. തെക്കേ ഇന്ത്യയിൽ വൻ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള നീക്കവും പാളി. ഒഡീഷയിലെ വൻ വിജയം മാത്രമാണ് ഇന്നലെ ആശ്വാസമായത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടമായതോടെ നിതീഷ് കുമാറിന്റെ ജെ.ഡി.യു, ചന്ദ്രബാബു നായിഡുവിന്റെ ടി.ഡി.പി, ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന, ചിരാഗ് പാസ്വാന്റെ എൽ.ജെ.പി. എന്നീ പാർട്ടികളുടെ സഹായത്തോടെ വേണം മോദിക്ക് ഭരിക്കാൻ. ഇനി നേതാക്കളെ റാഞ്ചാൻ ഇന്ത്യ സഖ്യവും ശ്രമിക്കുമ്പോൾ മോദിക്ക് പുതിയ സർക്കാർ എന്നും സമ്മർദ്ദമായിരിക്കും. എല്ലാം തന്നിൽ കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയവും തിരുത്തേണ്ടി വരും. അന്താരാഷ്ട്ര തലത്തിൽ മോദിക്കുള്ള സ്വീകാര്യതയ്ക്കും സഖ്യകക്ഷികളെ ആശ്രയിച്ചുള്ള ഭരണം ഇടിവുണ്ടാക്കാൻ സാധ്യതയുണ്ട്.